നമ്മുടെ ജെനിറ്റ്സുവിന്റെ ലവ് റൈവൽസ് ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ജെനിറ്റ്സുവിന് നെസുക്കോയെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നെസുക്കോനോട് ആരൊക്കെ ഇടപഴകുന്നുവോ അവരെയൊക്കെ തന്റെ എതിരാളികളായിട്ടാണ് ജെനിറ്റ്സു കാണാറുള്ളത്. അത്തരത്തിൽ മൂന്നാളുകളാണ് ജെനിറ്റ്സുവിന്റെ എതിരാളികളായിട്ടുള്ളത്. ഒന്നാമത്തെ ആള് നമ്മുടെ ഇനോസ്കയാണ്. ടാഞ്ചറോക്ക് ശേഷം നെസുക്കോ ആയിട്ട് ഏറ്റവും അടുപ്പമുള്ളത് ഇനോസ്കയ്ക്കാണ്. ഇനോസ്കയാണെങ്കിൽ നെസുക്കോനെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ജെനിറ്റ്സുവിന് ആ കാര്യത്തിൽ ഒരു വിശ്വാസം പോരാ. ആളുടെ വിചാരം തന്നിൽ നിന്ന് നെസുക്കോനെ തട്ടിയെടുക്കാനാണ് ഇനോസ്ക ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. പാവ ഇനോസ്ക ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്തോ. രണ്ടാമത്തെ ആള് സനേമിയാണ്. അനുജനായ ഗെന്നിയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് നെസുക്കോനോട് സനേമി പെരുമാറുന്നത്. പക്ഷെ അപ്പോഴും ജെനിറ്റ്സു സനേമിയെ ഒരു എതിരാളിയായിട്ടാണ് കാണുന്നത്. ഇനി മൂന്നാമത്തെ ആള് ഗിയു ആണ്. നെസുക്കോയെ സംരക്ഷിക്കാൻ അത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ച ആളാണ് ഗിയു. തന്റെ മരണപ്പെട്ട സഹോദരിയെ ഗിയു നെസുക്കോയിൽ കാണുന്നത് കൊണ്ടാണ് നെസുക്കോയെ അത്രയധികം സ്നേഹത്തിൽ ഗിയു പെരുമാറുന്നത്. പക്ഷേ ജെനിറ്റ്സുവിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. തന്റെ കാമുകിയുടെ അടുത്ത് ആര് വന്ന് ഇടപഴകിയാലും അവരെല്ലാം തന്റെ എതിരാളികളായിട്ടാണ് ജെനിറ്റ്സു കാണാറുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? താഴെ കമന്റ് ചെയ്യുക.